പുരസ്കാര ജേതാക്കൾക്കും വാരണാസി പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ അവഗണന. ബിജെപി ഭരണത്തിൽ പുരസ്കാരം ലഭിച്ചവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് ഇളവടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചത്. എന്നാൽ മറ്റ് പുരസ്കാര ജേതാക്കൾക്ക് ഇരിപ്പിടം പോലും കിട്ടിയില്ലെന്ന് സമ്മേളന പ്രതിനിധികൾ പറഞ്ഞു. എല്ലാ വർഷവും 15 പ്രവാസികൾക്കാണ് പ്രവാസി ഭാരതീയ ദിവസ് പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. സമ്മേളനം 2 വർഷത്തിലേക്ക് മാറ്റിയപ്പോൾ പുരസ്കാരങ്ങളുടെ എണ്ണം 30 ഉയർത്തുകയും ചെയ്തു. മുൻ ജേതാക്കൾക്ക് തുടർ സമ്മേളനങ്ങളിൽ പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ട്. എന്നാൽ മോദി ഭരണകാലത്ത് അവാർഡ് ലഭിച്ചവർക്ക് മാത്രമേ ഈ ആനുകൂല്യം നൽകാൻ സാധിക്കൂ എന്ന നിലപാടാണ് ഇക്കുറി മന്ത്രാലയം സ്വീകരിച്ചതെന്ന് മുൻ അവാർഡ് ജേതാവും ബഹ്റൈനിൽ മാധ്യമപ്രവർത്തകനുമായ സോമൻ ബേബി ആരോപിച്ചു. അതിന് മുമ്പുള്ള ഇന്ത്യൻ ഗവൺമെൻറ് ഞങ്ങളെപ്പോലുള്ളവർക്ക് തന്നത് അതിന് ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു തരം വളരെ ഒരു ഇൻസൾട്ടായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു അവാർഡ് ജേതാവായ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ഇത് ശരിവെക്കുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങൾ സുഷമാജിയുടെയും പ്രൈം മിനിസ്റ്ററുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാകുമെന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അതേസമയം BJP ഭരണത്തിൽ പുരസ്കാരം നേടിയ അഷ്റഫ് താമരശ്ശേരി ഉൾപ്പെടെയുള്ളവർക്ക് ഹോട്ടൽ, യാത്രാ സൗകര്യം ഉൾപ്പെടെ എല്ലാം നൽകാൻ മന്ത്രാലയം തയ്യാറാവുകയും ചെയ്തു. ഇത്തവണ പ്രവാസി പുരസ്കാരം നൽകുന്നവരിൽ സംഘപരിവാർ ആഭിമുഖ്യമുള്ളവരാണ് കൂടുതൽ പേരുമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. വാരാണസിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം MCA നാസർ, മീഡിയ 1. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരുകൾ കൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ദുരിതത്തിലകപ്പെടുന്ന ഇന്ത്യക്കാർ മടങ്ങിവരാൻ ആഗ്രഹിക്കാത്തത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതായും വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ചൂണ്ടിക്കാട്ടി. വാരണാസിയിലെ പ്രവാസി ഭാരതീയ സമ്മേളനത്തിൽ ദുരിതബാധിതർക്കായുള്ള സന്നദ്ധ സംഘടനകളെക്കുറിച്ചുള്ള പ്രത്യേക സെഷനിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജ റിക്രൂട്ട്മെന്റിന്റെ ഇരകളായി ആയിരങ്ങൾ ഇന്നും ഗൾഫിലുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് വ്യാജ ഏജൻസികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രം വലിയ പരിമിതി തന്നെയാണ് ഇക്കാര്യത്തിൽ നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Despite the fact that the government of India is saying we will take you back, we'll give you emergency certificate, we will ensure that you reach back home, but he doesn't want to come back. He is still in that mode. When you tell him okay, some people can be adjusted in other companies, he says usme nahi jana. ഗൾഫ് മേഖലയിൽ നിന്നുള്ള പ്രവാസി പ്രശ്നങ്ങളിൽ കൂടുതൽ കടുത്ത നടപടി ആവശ്യമാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വിമാന നിരക്ക് വർധന, പുനരധിവാസം, തടവുകാർക്ക് നിയമസഹായം, കടക്കണി മൂലം രൂപപ്പെട്ട ദുരിതങ്ങൾ, അഭയകേന്ദ്രങ്ങളുടെ അഭാവം തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ കാര്യമായ പ്രതികരണമൊന്നും ഇല്ലാതെയാണ് മന്ത്രി VK സിംഗ് സെഷൻ അവസാനിപ്പിച്ചത്. ഒരു ചോദ്യത്തെയും നേരിടാതെയാണ് പെട്ടെന്ന് മന്ത്രി ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പോയത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി അവധാനതയോട് കൂടി ഇത്തരം കാര്യങ്ങളെ ഈ പ്രവാസി ഭാരതീയ ദിവസിൽ ഈ മന്ത്രാലയം അല്ലെങ്കിൽ മിനിസ്ട്രി കൈകാര്യം ചെയ്യണമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മന്ത്രി VK സിംഗിന് പുറമെ ഗിരീഷ് പന്ത്, ഡോക്ടർ രാജീവ് ജയറാം, അരുൾദാസ് തോമസ്, രാവേന്ദ്രൻ അർജുനൻ, വിനോദ് നായർ, പത്മിനി അതൽ, പൂനം ജോഷി, പ്രഞ്ജിത് റായ് സുഖ്ദേവ്, അജലേഷ് അമർ, അബ്ദുൽ ഗഫൂർ ദാനിഷ്, സഞ്ജു രാജു എന്നിവരും സംസാരിച്ചു. പുതുതായി പ്രവാസ ലോകത്തേക്ക് വരുന്ന സാധാരണക്കാർക്ക് ഉതകുന്ന ബുക്ക്ലെറ്റുകളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വ്യാജ റിക്രൂട്ട്മെന്റ് തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന നിസ്സഹായതയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ തെളിയുന്നത്. വാരാണസിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം MCA നാസർ, മീഡിയ 1. സൗദിയിൽ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് ശിക്ഷിച്ച മലയാളി യുവാവിന്റെ ശിക്ഷ അപ്പീൽ കോടതി ഇരട്ടിയാക്കി. പുതുക്കിയ വിധിയിൽ 10 വർഷം തടവും 1.5 ലക്ഷം റിയാൽ പിഴയും വിധിച്ചു. സൗദിക്കെതിരെയും പ്രവാചകനെതിരെയുമായിരുന്നു പരാമർശം. ആലപ്പുഴ സ്വദേശി വിഷ്ണുദേവാണ് 1 വർഷമായി ജയിലിൽ കഴിയുന്നത്. 5 മാസം മുമ്പാണ് വിഷ്ണുദേവിനെ കിഴക്കൻ പ്രവിശ്യ ക്രിമിനൽ കോടതി ശിക്ഷിച്ചത്. വിഷ്ണുദേവ് യൂറോപ്യക്കാരിയായ ഒരു വനിതയുമായി ട്വിറ്റർ വഴി നടത്തിയ പരാമർശങ്ങളാണ് കേസിന് ആസ്പദമായത്. പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെതിരെയും സൗദിക്കെതിരെയും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനാണ് കേസ്. വിധിയിൽ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ശിക്ഷ പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു അപ്പീൽ കോടതി ചെയ്തത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ദമാം ക്രിമിനൽ കോടതി 3-അംഗ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി 10 വർഷം ജയിലും 1.5 ലക്ഷം റിയാൽ പിഴയും. വിഷ്ണു ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും അതിന്റെ ഗൗരവം കുറക്കുന്നതാണ് ആദ്യ വിധിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ കോടതി ശിക്ഷ പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ തലവൻ ആ വിധി പ്രസ്താവിച്ച വേളയിൽ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. വിഷ്ണുദേവ് മുസ്ലിമായിരുന്നുവെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ വിധിക്കുമായിരുന്നില്ല എന്നത്.
അത് ഞങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുമായിരുന്നു. പക്ഷേ മുസ്ലിം അല്ലാത്തതുകൊണ്ട് ചെറിയ ഒരു ഇളവ് കൊണ്ട് 10 വർഷം ജയിലാക്കി മാറ്റുകയായിരുന്നു ദമാം ക്രിമിനൽ കോടതി ചെയ്തത്. സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് വിഷ്ണു പിടിയിലായത്. ആദ്യ ശിക്ഷാവിധിക്ക് ശേഷം നാട്ടിൽ നിന്നും ബന്ധുക്കൾ എംബസി മുഖേന ശിക്ഷാ ഇളവിനു വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പുതിയ വിധി കൂടി വരുന്നത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിൽ ഇന്ത്യൻ തീർത്ഥാടകരുടെ ഹജ്ജ് താമസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഓയോ ഗ്രൂപ്പുമായി പുതിയ കരാറായി. മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്നത് ഉൾപ്പെടെ പുതിയ മാറ്റങ്ങൾ ഈ വർഷം പ്രാബല്യത്തിലാകും. ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഇന്ത്യൻ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ മുഹമ്മദ് സാലിഹ് ബിൻ തനും ഓയോ കമ്പനി സിഇഒ റിതേഷ് അഗർവാളുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. 7000-ലധികം ഹോട്ടലുകളിലും കെട്ടിടങ്ങളിലുമായാണ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇവയെല്ലാം. തീർത്ഥാടകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുകയാണ് മന്ത്രാലയത്തിന്റെ പുതിയ ലക്ഷ്യം. പുതിയ കരാർ അനുസരിച്ച് നിലവിൽ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കും. കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. കെട്ടിടങ്ങളുടെ നടത്തിപ്പ്, പ്രവർത്തന നിരീക്ഷണം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവക്കായി ഇലക്ട്രോണിക് സംവിധാനം ഒരുക്കാനും കമ്പനിയുമായി ധാരണയായിട്ടുണ്ട്. താമസ സൗകര്യം നൽകുന്നവരുടെ പ്രവർത്തന നിലവാരവും നിരീക്ഷണ വിധേയമാക്കും. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ജിദ്ദയിലെ ആദ്യ സിനിമാ തിയേറ്റർ തിങ്കളാഴ്ച പ്രവർത്തനം തുടങ്ങും. റെഡ് സി മാളിൽ വോഗ് സിനിമാസാണ് തിയേറ്റർ ഒരുക്കിയത്. 5 വർഷങ്ങൾക്കുള്ളിൽ രാജ്യവ്യാപകമായി 600 തിയേറ്ററുകളാണ് ഗ്രൂപ്പ് ഒരുക്കുക. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ റിയാദിലാണ് രാജ്യത്തെ ആദ്യ സിനിമാ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. അതും 35 വർഷങ്ങൾക്ക് ശേഷം. ലോകോത്തര നിലവാരത്തിലുള്ള തിയേറ്റർ ഒരുക്കിയത് അമേരിക്കൻ മൾട്ടി സിനിമാസാണ്. തിങ്കളാഴ്ച മുതൽ ജിദ്ദയിലും സിനിമാ സ്ക്രീനുകൾ തുറക്കും. റെഡ് സി മാളിൽ വോക്സ് സിനിമാസാണ് ജിദ്ദയിലെ ആദ്യ തിയേറ്റർ പ്രദർശനത്തിനൊരുക്കുന്നത്. ജനുവരി 28 വൈകുന്നേരം 6:30 ഉദ്ഘാടനം. ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശനത്തോടൊപ്പം വിവിധ വിനോദ പരിപാടികളും ഉണ്ടാകും. $533 മില്യൺ നിക്ഷേപമാണ് വോക്സിന്റെ നടത്തിപ്പുകാരായ മാജിദ് അൽ ഫുതൈം ഗ്രൂപ്പ് രാജ്യത്ത് നടത്തുക. 5 വർഷങ്ങൾക്കുള്ളിൽ രാജ്യവ്യാപകമായി 600 സിനിമാ തിയേറ്ററുകളാണ് ലക്ഷ്യം. മീഡിയ 1, ജിദ്ദ. വിനോദസഞ്ചാരികളായി എത്തുന്നവരിൽ നിന്ന് ഈടാക്കുന്ന മൂല്യവർദ്ധിത നികുതി തിരിച്ചു നൽകാനുള്ള തീരുമാനം ദുബൈയിലെ സ്വർണ്ണ വിപണിക്ക് ഉണർവ് നൽകിയെന്ന് വിലയിരുത്തൽ. ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിലും ഈ ഉണർവ് പ്രകടമാണെന്ന് ജ്വല്ലറി രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടി. UAEയിൽ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുന്നതിന് തൊട്ടു പിന്നാലെ ആഭരണ വിപണിയിൽ നിന്ന് ഉപഭോക്താക്കൾ വിട്ടുനിൽക്കുന്ന പ്രവണതയുണ്ടായിരുന്നു. എന്നാൽ സ്വർണ്ണ മൊത്ത വ്യാപാരത്തെ വാറ്റിൽ നിന്ന് ഒഴിവാക്കിയതും സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്ന വാറ്റ് തിരിച്ചു നൽകുന്ന നടപടി ആരംഭിച്ചതും വിപണിയെ കൂടുതൽ സജീവമാക്കിയെന്ന് ദുബൈ ഗോൾഡൻ ജ്വല്ലറി ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു. വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആദ്യത്തെ ഒരു മാസം, ജനുവരി മാസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഗവൺമെൻറ് വാറ്റ് റീഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് 85% റീഫണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റെസ്പോൺസാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കാലത്ത് വിപണിയിൽ 25% മുന്നേറ്റമുണ്ടായി. It is very, very easy and we welcome everybody to Dubai to try their luck. 32 കിലോ സ്വർണവും 3 BMW കാറുകളുമാണ് ഏറ്റവും ആകർഷകമായ സമ്മാനങ്ങൾ. ആദ്യ BMW നേടിയത് മലയാളിയായ പ്രിയദർശിനി വിപിനാണ്. ജോയ് ലുക്കാസ് ലുലു വർഷമാണ് മേടിച്ചത്. ഹസ്ബൻഡ് സർപ്രൈസ് എന്നാണ്. അതൊരു വലിയ ഷോക്കായി പോയി, സർപ്രൈസ് അല്ല. കാർ ജേതാക്കളെ കണ്ടെത്താനുള്ള അടുത്ത നറുക്കെടുപ്പ് ഈ മാസം 26-നും അടുത്ത മാസം 2-നും നടക്കും. മീഡിയ 1, ദുബായ്. ഒമാനിൽ അനധികൃത ടാക്സി വാഹനങ്ങൾക്കെതിരായ നടപടി കർശനമാക്കി. വിമാനത്താവള പരിസരത്താണ് പരിശോധന ഊർജിതമാക്കിയത്. അനധികൃത സർവീസിന് പിടിയിലാകുന്നവരിൽ നിന്ന് വൻതുകയുടെ പിഴയാണ് ഈടാക്കുന്നത്. ഗതാഗത മന്ത്രാലയത്തിന്റെ പിഴയായി 200 റിയാലും ROP പിഴയായി 35 റിയാലുമാണ് ഈടാക്കുന്നത്. ഇത് സംബന്ധിച്ച ബോർഡുകളും വിമാനത്താവള പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സ്വകാര്യ വാഹനങ്ങൾ യാത്രക്കാരെ കൊണ്ടുവിടുകയോ എടുക്കാൻ വരികയോ ചെയ്യുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം വ്യാപകമാണ്. എന്നാൽ ഇത് പോലീസ് നിഷേധിച്ചു. കുടുംബാംഗങ്ങളെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൊണ്ടുവിടുന്നതിന് വിലക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. കൊണ്ടുവിടുന്നതിന് പകരമായി പണം ഈടാക്കുന്നവരെയാണ് പിടികൂടുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്താൻ മുവാസലാത്തിന് മാത്രമാണ് അനുമതിയുള്ളത്. മീഡിയ 1, മസ്കത്ത്. മദീനയിൽ വികസനത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന ഖുർആൻ പ്രിന്റിംഗ് തുറന്നതോടെ തീർത്ഥാടകരുടെ തിരക്കേറി. വനിതകൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഖുർആൻ പ്രിന്റിംഗിനൊപ്പം ഗവേഷണ കേന്ദ്രവും റെക്കോർഡിംഗ് സംവിധാനവും ഇവിടെയുണ്ട്. 1000-ലേറെ ജീവനക്കാരുണ്ട് സേവനത്തിന്.
മദീനയിലെ തബൂക്ക് റോഡിലാണ് കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ്. 1984 പ്രവർത്തനം തുടങ്ങിയതാണ് സ്ഥാപനം. സൗദി മതകാര്യ വകുപ്പ് നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണിത്. ഖുർആൻ പ്രിന്റിംഗ് ഫോണ്ടുകൾ തയ്യാറാക്കൽ, ഖുർആൻ പാരായണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം, ഗവേഷണ വിവർത്തന കേന്ദ്രം, മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കൽ എന്നിവയും ഇവിടെയുണ്ട്. ബ്രെയിൽ ലിപിയിലും ഖുർആൻ പ്രിന്റിംഗ് ഉണ്ട്. 1100ഓളം വരുന്ന ജീവനക്കാരിൽ 700ഓളം പേർക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ജോലി. ജീവനക്കാരിൽ 86% സ്വദേശികളാണ്. ഇതുവരെ ഖുർആന്റെ 260 പതിപ്പുകൾ ഇറക്കിയ കോംപ്ലക്സ് കഴിഞ്ഞ വർഷം വരെ 320 മില്യൺ കോപ്പികൾ പ്രിന്റ് ചെയ്തു. ഇടയ്ക്ക് സന്ദർശന വിലക്കുണ്ടായിരുന്ന ഇവിടേക്ക് ഇപ്പോൾ സ്ത്രീകൾക്കും പ്രവേശനമുണ്ട്. ഓരോ സന്ദർശകർക്കും ഓരോ ഖുർആൻ പ്രതിയാണ് സമ്മാനം. നിസാർ കൊടിയത്തൂർ, മീഡിയ 1, മദീന. യാംബുവിലെ 6ാമത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ചു. ക്രിസ്റ്റൽ ടൈറ്റാനിയം കമ്പനിയുടെ നേതൃത്വത്തിലാണ് മത്സരം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ വിവിധ ടീമുകൾ മാറ്റുരയ്ക്കും. റോയൽ കമ്മീഷനിലെ ഇബ്നു നഫീസ് ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് മത്സരം. എഞ്ചിനീയർ ഇഹാബൽ ഫറാഹ് മത്സരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 6 വർഷമായി നടത്തിവരുന്നതാണ് ചാമ്പ്യൻഷിപ്പ്. മത്സരത്തിൽ സ്വദേശികളും വിദേശികളും പങ്കെടുക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ വിവിധ ടീമുകളുണ്ട്. We are doing this events quite usual as a part of supporting our Crystal family and our community. This is a part of the enjoyment also, increasing the motivation and also showing the family spirit to our company. സുലൈമാൻ ഷുക്രി, ആദിൽ ഗേദി, അബ്ദുൾ റഹ്മാൻ അൽ റിഫായി എന്നിവർ നേതൃത്വം നൽകി. സൗദി ഗായകൻ ഹിഷാം ഫാദിൽ സക്കുറയുടെ നേതൃത്വത്തിൽ ഗാനമേളയും ചടങ്ങിൽ ഒരുക്കിയിരുന്നു. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. സാനിറ്ററി ഉൽപ്പന്ന വിപണന രംഗത്തെ ലോകോത്തര സാന്നിധ്യമായ ABC ഗ്രൂപ്പിന്റെ ഒമാനിലെ ആദ്യ സംരംഭം അൽ ബറാക്ക സെറാമിക്സ് നാളെ ഉദ്ഘാടനം ചെയ്യും. ഒമാനിൽ 10ഓളം ഷോറൂമുകൾ തുടങ്ങാനാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് എന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മദനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ ജപ്പാനീസ് ബ്രാൻഡായ ടോട്ടോയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രത്യേക വിഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതാദ്യമായാണ് ടോട്ടോയുടെ ഉൽപ്പന്നങ്ങൾ ഒമാനിൽ ലഭ്യമാക്കുന്നത്. സാനിറ്ററി ഉൽപ്പന്ന വിപണിയിൽ ഇതാദ്യമായി വെർച്വൽ റിയാലിറ്റി അനുഭവവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ടൈൽ ഉൽപ്പന്നങ്ങളിൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളും ലോകോത്തര നിലവാരത്തിലുള്ള വലിയ സ്ലാബുകളും ഇവിടുത്തെ സവിശേഷതകളാണ്. സാനിറ്ററി വെയർ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ റീറ്റെയിൽ സാന്നിധ്യങ്ങളിലൊന്നാണ് ABC ഗ്രൂപ്പ്. സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് മദനിയോടൊപ്പം ABC ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് റിജാസ്, റീജിയണൽ ഡയറക്ടർ PAV അബൂബക്കർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരിച്ചു. പത്തനംതിട്ട പ്രാക്കാനം പുളിക്കൽ തറയിൽ സണ്ണിയുടെ മകൻ സിജോ സണ്ണിയാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ജനുവരി 10 സാൽമിയയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടത്തിൽ പെട്ടത്. മുബാറക് അൽ കബീർ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിൽ ആംബുലൻസ് സ്റ്റാഫായിരുന്നു. UDF ഘടകകക്ഷികളുടെ അധിക സീറ്റിനായുള്ള ആവശ്യം ആ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ അദ്ദേഹം മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും സംതൃപ്തരാണെന്നും ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടെന്നും A. വിജയരാഘവൻ പറഞ്ഞു. UDFും സംഘപരിവാർ സംഘടനകളും ഒരേ അജണ്ടയുമായാണ് കേരളത്തിൽ മുന്നോട്ടു പോകുന്നത്. അധികാരത്തിനു വേണ്ടി അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒന്നായി UDF സംവിധാനം മാറിയെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കോൺഗ്രസിനകത്തും UDF ഘടകകക്ഷികൾക്കുള്ളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധികളുണ്ട്. അവരുടെ വിലപേശലുകളാണ്. ആ വിലപേശലുകൾ അടിസ്ഥാനപരമായിട്ട് ആ പാർട്ടികൾ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങളോടുള്ള സമീപനം ആരാഞ്ഞപ്പോൾ പറഞ്ഞത് ഇങ്ങനെ: EVM എന്നുള്ളത് നമ്മൾ പൂർണ്ണമായി നിരാകരിക്കേണ്ടതൊന്നുമില്ല. അതേസമയം അത് തെറ്റായി വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പരിശോധിക്കപ്പെടണം. അതിനാണ് പിന്നെ നമുക്ക് റെസീറ്റുകളിട്ടും VVPAT ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിലപാട്. അതാണ് ഇടതുപക്ഷത്തിന്റെ ഇതിനു മുമ്പുള്ള നിലപാടും ഇപ്പോഴും ആ നിലപാടിൽ അങ്ങനെ മാറ്റം വരുത്തേണ്ടതായിട്ടില്ല. കേരളത്തിലെ നിലവിലെ ഭരണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും സംതൃപ്തരാണെന്നും ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.